1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 നമുക്ക് ഒട്ടും വൈകിക്കേണ്ട ആദ്യത്തെ സ്കിറ്റിലേക്ക് പോവാം. പക്ഷെ ബിഫോർ ദാറ്റ് നമുക്ക് നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. നസീർക്ക, ഹായ്. ഷാജൻ ചേട്ടാ, ഹലോ. ബിജുകുട്ടൻ ചേട്ടാ, നമസ്കാരം. 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 ഇപ്പൊ കാര്യക്കാർ റെഡി ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ സ്കിറ്റിലേക്ക് പോകാം. സമയം കളയണ്ട, വിളിച്ചോളൂ. നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ടീമാണ് ഇനി ഈ വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം മണിക്കുട്ടൻ ചേട്ടൻ, ബിജു വർഗീസ് ചേട്ടൻ ആൻഡ് മായ. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. നീയൊരു മലർവാടി മധുമലർ മൊട്ടുകൾ പോരാടി വിരികളാടി. രാജേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഡാൻസ്? കൊള്ളാം, മുതുക്ക് കൂത്താട്ടം തന്നെ. ഓഹോ, എന്റെ കളിയാക്കുകയാണല്ലേ. ഞാൻ പിണങ്ങി. എന്നാ ഞാനും പിണങ്ങി. രാജേട്ടാ, നമ്മൾ രണ്ടുപേരും പിണങ്ങി നിന്നാൽ എങ്ങനെയാണ് ഈ സ്റ്റാറി മുന്നോട്ട് പോകുന്നത്? ശരിയാണല്ലോ. എന്നിൽ ഞാൻ ഇണങ്ങി. ഞാനും ഇണങ്ങി. അയ്യടാ, ഹമ്പടാ. സരോജം, ഓൺസ് മോർ. ആഹാ, അത് കയ്യിൽ വെച്ചാൽ മതി. ഇതെങ്ങനെയാണ് കയ്യിലിരിക്കുന്നത്? രാജേട്ടാ, പതുക്കെ. നമ്മളിപ്പോൾ ചെറിയ കുട്ടികളല്ല, കോളേജ് കുമാരനും കുമാരിയുമാണ്. സരോജം, നമ്മുടെ കോളേജിൽ ആരാണ് കുമാരനും കുമാരികളും? എല്ലാം മുതുക്കു മുറ്റുകൾ തന്നെ. രാജേട്ടാ, ഞാൻ അതല്ല പറഞ്ഞത്. എവിടെ നിൽക്കുമ്പോഴും ഒരു പ്രായവും പക്കാവടയും നോക്കണ്ടേ? പക്കാവടയോ? പക്വത എന്നാണോ സരോജം ഉദ്ദേശിച്ചത്? അതെ രാജേട്ടാ, പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്നും പോയി. അതെ, ഇവിടെ സിനിമ കാണാൻ നേരത്തെ വരാനല്ലേ ഞാൻ സരോജത്തോട് പറഞ്ഞത്? അതെ. പിന്നെന്താണ് ഇത്രയും താമസിച്ചത്? ഞാൻ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈക്കിളുകാരൻ എന്നെ ഫാളോ ചെയ്തു. ഫാളോ ചെയ്താ? അവൻ ചോദിക്കുകയാണ് സൈക്കിളിൽ കയറുന്നോ എന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? പരിചയമില്ലാത്ത ഒരാൾ സൈക്കിളിൽ കയറാൻ പറഞ്ഞാൽ കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും സൈക്കിളിൽ കയറുമോ? ഇല്ല. ഞാൻ കയറി. എന്തിനാണ് നീ അവന്റെ സൈക്കിളിൽ കയറിയത്? രാജേട്ടനെ പെട്ടെന്ന് കാണാമല്ലോ എന്നോർത്തപ്പോൾ കയറിയതാണ്. ഇപ്പോൾ സന്തോഷമായി. ആട്ടെ, ഒരു സംശയം. നിനക്ക് എന്നെ ലൈൻ അടിക്കുന്നതിന് മുമ്പ് ലൈൻ ഉണ്ടായിരുന്നോ? രാജേട്ടാ, ഞാനും ഈ വരയിടാത്ത ബുക്കും ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ രണ്ടിനും ലൈനില്ല. എന്നാൽ ഇന്നു മുതല് ലൈൻ ഇട്ട ബുക്ക് നീ ഉപയോഗിച്ചാൽ മതി. അതെന്താണ് രാജേട്ടാ? ഇപ്പോൾ നിനക്ക് ലൈൻ ഉണ്ടല്ലോ. അയ്യോ, എന്റെ അച്ഛൻ തമ്പി മുതലാളി നമ്മൾ സിനിമ കാണാൻ വരുന്നത് അറിഞ്ഞാൽ എന്റെ അച്ഛന്റെ ഗുണ്ടകൾ രാജേട്ടനെ കണ്ടാൽ ഇടിച്ച് പറുപ്പിളക്കും. എന്നാ ഞാനും അവരെ ഇടിച്ച് പറുപ്പിളക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് പുട്ടും പറുപ്പ് കറിയും. അയ്യോ, അച്ഛന്റെ ഗുണ്ട റംബൂട്ടാൻ വരുന്നു. അച്ഛന്റെ കുട്ടൻ റംബൂട്ടാനോ? അയ്യോ, പിന്നെയും കയ്യിൽ നിന്നും പോയി റാമേട്ടൻ വരുന്നു. രാജേട്ടാ, എന്നെ കണ്ടെന്നാണ് തോന്നുന്നത്. നമ്മളെ കണ്ണിൽ പെടാതിരിക്കാൻ ഇനി എന്ത് ചെയ്യും രാജേട്ടാ? ഒരു കാര്യം ചെയ്യ്, സരോജ ഒളിച്ചിരിക്കൂ. ഞാൻ അവനെ കാശ് കൊടുത്ത് ഒതുക്കാം. ഒതുക്കണേ രാജേട്ടാ. തീർച്ചയായിട്ടും. ഞാൻ പോട്ടെ രാജേട്ടാ. ചിരിക്കൂ. ഈശ്വര, ഇതെന്തൊരു കാലക്കേടാണ്. കാലണയുടെ കപ്പലണ്ടി വാങ്ങിച്ചപ്പോ അതിൽ 5 രൂപയുടെ മണൽ. ഇക്കണക്കിന് പോയാൽ 5 രൂപയുടെ കപ്പലണ്ടി വാങ്ങുമ്പോ ഒരു വീട് വെക്കാനുള്ള മണല് കിട്ടുമായിരിക്കുമല്ലേ? എന്തിനാണ് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് സിറിക്കുന്നത്? സിറിപ്പ് വന്നിട്ട് കറ തീർന്ന ഗുണ്ട തന്നെ. എങ്ങനെ മനസ്സിലായി? ഒറ്റയ്ക്ക് നിന്ന് ചിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഗുണ്ടയാണെന്ന്. ഒരു കീച്ചു കീച്ചു തരുന്ന എന്നെയോ? അല്ല, ഈ കപ്പലണ്ടി ഞാൻ കീച്ചി, നാം വലിച്ച്. ആട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ഗുണ്ടയായത്? വീട്ടിൽ കഴിക്കാൻ ഒരു ഉണ്ടയുമില്ലാത്തത് കൊണ്ടാണ് ഉണ്ടയായത്. എനിക്ക് തോന്നുന്നത് അച്ഛൻ മരിച്ച ഒഴിവിൽ നിങ്ങൾ ഗുണ്ടയായതാണ്. എന്റെ അച്ഛൻ ഒരു നായാട്ടുകാരനായിരുന്നു.
അപ്പോൾ നായയെ പിടിച്ചാട്ടിയാൽ അത് കടിക്കില്ലേ? കൂടുതൽ സംസാരിച്ചാൽ നിന്നെ ഞാൻ കടിക്കും. ആട്ടെ, നീ ആരാണ്? അതൊക്കെ പറയുന്നതിന് മുമ്പ് ഇതങ്ങോട്ട് പിടിക്കൂ. ഇതാ 5 രൂപയുണ്ട്. അമ്പമ്പോ, 5 രൂപ കണ്ട കാലം മറന്നു ഞാൻ. എന്തിനാണ് എനിക്ക് ഇത്രയും 5 രൂപ തരുന്നത്? ആ നിൽക്കുന്ന പെൺകുട്ടി ഞാനും ഒരുമിച്ചാണ് ഇവിടെ സിനിമയ്ക്ക് വന്നത്. അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഇവനോട് പറയണ്ടായിരുന്നു. ഈ പൊട്ടം കുടാപ്പി അത് കണ്ടില്ലായിരുന്നു. ഇനി എന്ത് ചെയ്യും? ആ നിൽക്കുന്നത് തമ്പി മുതലാളിയുടെ മകളാണ്. അതെനിക്കറിയില്ലായിരുന്നു. എന്തൊരു കഷ്ടമാണ്. കഷ്ടത്താണല്ലോ ദൈവമേ തല കൊണ്ട് വെച്ചു കൊടുത്തത്. ഓട്ടെ, അത് ആ പെൺകുട്ടിയും ഞാനും തമ്മിൽ പ്രണയമാണ്. കോടീശ്വരനായ തമ്പി മുതലാളിയുടെ മകളെ നീ പണയം വെച്ചല്ലേ? പ്രണയമല്ല, പിന്നെ പ്രണയമെന്നാണ് പറഞ്ഞത്. അതും എനിക്കറിയില്ലായിരുന്നു. ദൈവമേ, എന്തൊരു കുരിശാണ്. ഞാൻ എല്ലുവില്ലിനകത്താണല്ലോ തല വെച്ചു കൊടുത്തത്. ഇനി എന്താ മാർഗം? ശരി ആട്ടെ, ഈ 2 രൂപ കൂടി പിടിച്ചോളൂ. എന്തിനാണ് നിങ്ങൾ എനിക്ക് വീണ്ടും വീണ്ടും കാശ് തരുന്നത്? നിങ്ങളിൽ എവിടുന്നാണ് ഇത്രയ്ക്ക് അധികം കാശ്? പിന്നെ വലിക്കാനാണോ തമ്പി മുതലാളിയുടെ മകളെ ഞാൻ പ്രേമിക്കുന്നത്? ഈ വിവരം ഉടൻ തന്നെ തമ്പി മുതലാളിയെ ഞാൻ ധരിപ്പിക്കുന്നതായിരിക്കും. ദയവ് ചെയ്ത്. എനിക്ക് നട്ടലിന്റെ അസുഖമാണ്. ഞാൻ എങ്ങനെ ഡൈവ് ചെയ്യും? ദയവ് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഇത് ആരോടും പറയരുത്. ഞാൻ പറയും, തമ്പി മുതലാളിയെ ഞാൻ ധരിപ്പിക്കും. കാരണം 36 വർഷമായടാ ബെൻസേ. സ്ലാങ് മാറി. 36 വർഷമായി തമ്പി മുതലാളിയുടെ ഗാഡൌണിൽ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഞാൻ. എന്താണ് നിന്റെ പേര്? പറയും. രാജേട്ടാ, രാജേട്ടന്റെ പേര് രാജേട്ടനാണെന്ന് രാജേട്ടൻ ഒരിക്കലും പറയരുതേ രാജേട്ടാ. നന്നായി ഇരിക്കുന്നു. ഇല്ല, രാജമാതാ കോളേജിൽ പഠിക്കുന്നവനാണെന്നും കൊട്ടാരക്കരയാണ് എന്റെ വീടെന്നും കല്യാണിയുടെ മകൻ രാജനാണ് ഞാനെന്നും ഒരിക്കലും നിങ്ങളോട് ഞാൻ പറയില്ല. എത്ര നിർബന്ധിച്ചാലും പറയില്ലടാ. ഓഹോ, അപ്പൊ കല്യാണിയുടെ മകൻ രാജനാണല്ലേ നീ? എങ്ങനെ പിടികിട്ടി? നിങ്ങൾ ഒരു ദിവ്യനാണ്. ഈ ഇരിക്കുന്നത് കൊടംപുളിയല്ല, എന്റെ ചെവിയാണ്. ഇതുവഴി കേട്ട് ഇതുവഴി അങ്ങ് പോവും. അതുവഴി അങ്ങ് പോകുമല്ലോ. അപ്പൊ ഇവന്റെ തലയിൽ നിൽക്കില്ല. ഈ സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. അതെ, നിക്കവിടെ. സരോജം, സരോജത്തിന്റെ അച്ഛൻ തമ്പി മുതലാളി സരോജത്തിനെ എങ്ങനെയാണ് കണ്ടതെന്നറിയാമോ? കണ്ണുകൊണ്ട്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ അതിനിടയിൽ കാമഡി അടിക്കുന്നു. നാം മിണ്ടില്ല. കട്ടീസ്. രാജേട്ടാ, അവൻ പിണങ്ങിയെന്ന് തോന്നുന്നു. ഈ സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. ഓടരുത്. എനിക്ക് സരോജത്തിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ഈ സരോജത്തിന് 1 വയസ്സുള്ളപ്പോഴാണ് സരോജത്തിന്റെ അമ്മ മരിച്ചത്. ആ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹം ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ല. അറിയാം. പിന്നെ എങ്ങനെയാണ് സരോജത്തിനെ വളർത്തിയത്? സരോജത്തിനെ നോക്കാൻ 4 പെൺജോലിക്കാർ ബംഗ്ലാവിലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ മുതലാളി എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ഞാനും അതാണ് ചിന്തിക്കുന്നത്. രാജേട്ടാ, അവൻ ചിന്തിക്കട്ടെ, നമുക്ക് രക്ഷപ്പെടാം. പോകാൻ പറട്ടെ. സമ്മതിക്കത്തില്ലല്ലോ. വിടറാ അവളെ കയ്യിൽ നിന്ന്. എനിക്ക് കുറച്ച് കണക്കുകൾ ചോദിക്കാനുണ്ട്. എനിക്കും ചോദിക്കാനുണ്ടടാ. 5 പെറുക്കണം 4 സമം എത്ര? പറയും. പെട്ടല്ലോ. സരോജം, നമ്മൾ ഇനി എന്ത് ചെയ്യും? എനിക്കറിയാം രാജേട്ടാ. പറയൂ. 5 പെറുക്കണം 2 സമം 58. എന്റെ കുഞ്ഞമ്മയുടെ 28. അതാ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം തന്നോടും ചോദിക്കാനുണ്ട്. ചോദിക്കും. കാക്കയും കൊക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അമ്പമ്പോ, റാമുകുണ്ട പെട്ടു. ആ സുല്ലിട്ട്. കാക്കയ്ക്ക് കൊക്കുണ്ട്, കൊക്കിന് കാക്കയില്ല. ഇരിക്കട്ടെ സരോജത്തിന് എന്റെ വക ഒരു അപ്ലാസ്. സരോജത്തിന്റെ ബുദ്ധി റാക്കറ്റാണല്ലോ. നമുക്ക് രക്ഷപ്പെടാം. പിടിന്റെ അവന്റെ കയ്യിൽ നിന്ന്. ഇനി മുന്നോട്ട് വെച്ചാൽ നിന്റെ കുടലുമാല കുത്തി ഞാൻ പുറത്തെടുക്കും. അപ്പൊ നിങ്ങൾ ഡാക്ടറാണ്. ഒരു കൈ നോക്കിക്കളയാമടാ. ശരിയാടാ. 2 കൈയും നോക്കിക്കളയാമടാ. വാടാ. അയ്യോ രാജേട്ടാ, അയ്യോ വേണ്ട രാജേട്ടാ, അയ്യോ രാജേട്ടാ വേണ്ട രാജേട്ടാ, ഇടുക്കിൻ രാജേട്ടാ, ഇടുക്കി രാജേട്ടാ, ഇടുക്കി. ഇടുക്കിയല്ല, പത്തനംതിട്ട അയച്ച് പോകാൻ വേണ്ടി അങ്ങോട്ട്. രാജേട്ടാ, എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവനെ അടിക്ക് രാജേട്ടാ, അവനെ അടിക്ക് രാജേട്ടാ, അവനെ അടിക്ക് രാജേട്ടാ, അവനെ അടിക്ക്. എന്താണിത്? കൈ പിടിച്ചു വെച്ച് കൊടുത്ത് തടുക്കാൻ പറയുന്നത് ന്യായമാണോ? അയ്യോ, എന്റെ കയ്യിൽ നിന്നും പിന്നെയും പോയി രാജേട്ടാ. രാജേട്ടാ, അടിക്കവനെ.
ഒരു കമ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അയ്യോ എന്റെ രാജേട്ടനെ അടിക്കല്ലേ, എന്റെ മണ്ട പോയേ. അയ്യോ അയ്യോ എന്റെ രാജേട്ടനെ കണ്ടോ, എന്റെ രാജേട്ടനെ നിങ്ങൾ കണ്ടോ, എന്റെ രാജേട്ടനെ നിങ്ങൾ കണ്ടോ? സരോജത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നീ എക്സ്ക്യൂസ് മീ, ആ വടി ഒന്ന് തരുമോ? നിശ്ചയമായും തരും. എന്റെ ജന്മം നീയെടുത്തു, നിന്റെ ജന്മം ഞാനെടുത്തു. അയ്യോ രാജേട്ടാ, സരോജം, ഞാനാണ് നിന്റെ രാജേട്ടൻ. അയ്യോ വീണ്ടും കയ്യിന്ന് പോയി. എല്ലാം പോവുകയാണല്ലോ. വരൂ വാ രാജേട്ടാ, നമുക്ക് പോകാം. പോകാൻ വരട്ടെ. പോകാൻ വരട്ടെ എന്നോ? ഒന്നീ പോകാൻ അല്ലെങ്കിൽ വരട്ടെ, ഏതാണ് ശരി? പോകരുത്, നാനും കൂടെ വരട്ടെ നിങ്ങളെ കൂടെ. എന്തിന്? ജീവിതകാലം മുഴുവൻ തമ്പി മുതലാളിയുടെ അടിമയായിട്ട് കഴിഞ്ഞിട്ടും ഞാൻ ഇന്നേ വരെ ഒരു 5 രൂപ നേരിട്ട് കണ്ടിട്ടില്ല. ആ 5 രൂപ തന്നത് നിങ്ങളാണ്. എനിക്കും കൂടെ ഒരു ജോലി. സരോജം, ഈ ഗുണ്ടയ്ക്ക് നമ്മൾ എന്ത് ജോലി വാങ്ങിക്കൊടുക്കും? നമുക്ക് ലാഡീസ് ഹോസ്റ്റലിൽ ഒരു സെക്യൂരിറ്റിയുടെ ജോലി കൊടുക്കാം. കറക്റ്റ് ആണ്. നോക്കൂ, ലാഡീസ് ഹോസ്റ്റലിൽ സെക്യൂരിറ്റിയായി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? അടിച്ചു മാന ലാട്ടറി. ശമ്പളം എത്രയാണ് നിങ്ങൾക്ക് അറിയണമോ? ശമ്പളം എത്ര? 4 രൂപ 50 പൈസ. അതിലും ഒരു 50 പൈസയുടെ കുറവുണ്ടല്ലോ. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഒരു 50 പൈസയുടെ കുറവ് നിനക്കുണ്ടെന്ന്? എനിക്ക് 50 പൈസയുടെ കുറവുണ്ടെന്ന് കാണിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾക്ക് ഇരിക്കട്ടെ ഒരു അപ്ലാസ്. അപ്പം കാര്യങ്ങളെല്ലാം നല്ലപോലെ സമാപിച്ച സ്ഥിതിക്ക് അതെ. മറ്റേത് ഞാൻ കാണിക്കട്ടോ? എന്ത് സമാന്തിക്കുന്നു? കാണിക്കിൻ. ശുഭം. നമ്മളെ മൊത്തത്തിൽ ഒരു 70 കാലഘട്ടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങളുടെ കോസ്റ്റ്യൂമും ഡയലോഗും ഈ പുറകെ കാണുന്ന ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമ്മുടെ ജഡ്ജസും അങ്ങോട്ടേക്ക് എത്തിയോ എന്ന് നമുക്കറിയാം. സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് ബിജുക്കുട്ടൻ ചേട്ടൻ. നന്നായിരുന്നട്ടാ. പിന്നെ എനിക്ക് പറയാനുള്ള കാരണം നമ്മളിത് ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു കയ്യടി തരേണ്ട കാര്യം എന്ന് വെച്ചാൽ 3 പേരും ഈ 70 കാലഘട്ടത്തിലെ ആ അക്ഷരങ്ങൾ വരെ കറക്റ്റായിട്ട് അവതരിപ്പിച്ച് അതിന് വലിയൊരു കയ്യടി തരണം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ ഒരു സ്കിറ്റ് എടുക്കുമ്പോൾ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് റെക്കോർഡിങ് സ്കിറ്റായിട്ടാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഈ പറഞ്ഞോട്ട് രാജുവട്ട എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ രാജുവട്ട എന്നൊക്കെ ആയിപ്പോവും. പക്ഷെ 3 പേരുടെ കയ്യിൽ നിന്നും അത് പോയിട്ടേ ഇല്ല. അതിൽ എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത് മായ കിടുക്കി കളഞ്ഞിട്ട് അതിനകത്ത് മായ അത് ആ ആക്ഷനും അതുപോലെ തന്നെ പറഞ്ഞതിന് ശേഷമുള്ള അയ്യോ കയ്യിൽ നിന്ന് പോയി അതെല്ലാം കറക്റ്റ് വിരലിൽ ചുണ്ടൊക്കെ അടിക്കുന്നത് സാധനങ്ങളെല്ലാം നന്നായിരുന്നു. ഈ ഹ്യൂമറിലേക്ക് വരുമ്പോൾ ഒരിത്തിരി കുറവുണ്ടോ എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമാണ്. തമാശയുടെ ഒരു കുറവ്, അത് കുറവ് തന്നെയാണ്. അതും കൂടി ഒന്ന് നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ ഇത് സൂപ്പർ ഹിറ്റ് സ്കിറ്റായി മാറി തന്നെ. ബാക്കി ഇവർ പറയും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഷാജാൻ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു? ഉഗ്രൻ എനർജി പെർഫോമൻസ് ആണ്. എനർജി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. ആദ്യം മുതൽ ആ ക്ലൈമാക്സ് വരെ ആ എനർജി നിങ്ങളത് കീപ്പ് ചെയ്തു എന്നുള്ളതാണ്. 3 പേരും നല്ല എനർജി ആയിരുന്നു. ഞാൻ നിങ്ങളുടെ ഒരുപാട് സ്കിറ്റുകൾ മിസ് ചെയ്ത്. ആക്ച്വലി ഞാനിവിടെ വരാതിരുന്നപ്പോഴൊക്കെ ഒരുപാട് സ്കിറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഒരുപാട് പ്രതീക്ഷിച്ചാണ് ഇരുന്നത് നിങ്ങളുടെ സ്കിറ്റ് കാണാനായിട്ട്. നിങ്ങളുടെ കോസ്റ്റ്യൂം അടിപൊളിയായിരുന്നു, മേക്കപ്പ് അടിപൊളിയായിരുന്നു, നിങ്ങളുടെ പെർഫോമൻസ് ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് കോമഡിയാണ് നമുക്ക് മിസ്സിങ് ആയത്. പിന്നെ മെയിൻ സാധനങ്ങളൊക്കെ നമ്മൾ എവിടെയോ കേട്ട് മറന്ന സാധനങ്ങളാണ്. നെക്സ്റ്റ് ടൈം വരുമ്പം ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീറിക്ക പ്ലീസ്. ഇങ്ങനെ ഒരു ഐറ്റം എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ, അതായത് ഈ പഴയ കാലഘട്ടത്തിലെ ആ ഒരു സംഭവം കാണിക്കുമ്പോൾ ഏറ്റവും ഉചിതം എന്ന് പറയുന്ന റെക്കോർഡിംഗ് ആക്കി ലിപ്പ് ചെയ്യുക എന്നുള്ളതാണത്. അത് എത്ര ലൈവ് കളിച്ചാലും നമുക്ക് അതിൻ്റെ അകത്തൊരു പരിധിയുണ്ട്, ലിമിറ്റുണ്ട് കോമഡി ആഡ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ആക്ഷൻ കോമഡി ആക്കി അതിൻ്റെ അകത്ത് ആ കുറച്ച് ഏരിയകളൊക്കെ ആക്ഷൻ കോമഡിയിലേക്ക് ആക്കണം. റെക്കോർഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. ലൈവ് റയറായിട്ട് ആൾക്കാരെ കളിച്ചിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് നമുക്കൊരു പരിധിയിലപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ തമാശകൾ ആഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആ ഒരു വീഴ്ചയാണ് നിങ്ങളുടെ ഈ സ്കിറ്റിൻ്റെ അകത്തും വന്നിരിക്കുന്നത്. പിന്നെ തമാശ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഈ കേട്ടത് ചിലതൊക്കെ നമുക്ക് പഴയത് കേട്ടതുമായിപ്പോയി, അതിൻ്റെ ഒരു കുറവാണ്. സാരമില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല ഗംഭീരമായിട്ട് വീണ്ടും വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ റൈറ്റ്. ഇനി നമ്മൾക്ക് എത്ര രൂപയാണ് അവർ തരിക എന്ന് നമുക്കറിയാം. നമുക്ക് ഷാജോൻ ചേട്ടനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ചേട്ടാ, ഞാൻ ഇവർക്കൊരു 8,000 രൂപ കൊടുക്കും.
8,000 8,000. ഓക്കെ, ബിജുക്കുട്ടൻ ചേട്ടാ? ഞാനും 8,000 രൂപ കൊടുക്കും. ഓക്കെ, അപ്പം 8,000 16,000 രൂപയാണ് ആയിരിക്കുന്നത്. ഇനി നസീർക്കയുടെ കയ്യിലാണ് ബാക്കി എത്രയുള്ളത്. ബാക്കി ഇതാണ്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന ഞാൻ കൊടുക്കുന്നു. ഓക്കെ, വരുന്നു 35,000. കുഴപ്പമില്ല, അടുത്ത തവണ സിൽവർ പഞ്ച്, ഗോൾഡൻ പഞ്ച് ഒക്കെ പതിവ് പോലെ വരട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ സ്കിറ്റിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ടീമാണ് വരാൻ പോകുന്നത്. രാജിമോനുണ്ട്, അഭിലാഷ് ഉണ്ട്, വിഷ്ണു ഉണ്ട്. ഒരു നല്ല കൈഡി കൊടുത്ത അവർക്ക് വരട്ടെ. പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം പകലകം പൊരുളിന്റെ ശ്രീരാജധാനി ഹരിത കമ്പളം നീട്ടി വരവേപ്പിന ഇതിലേ വരു സാമദാന വീണ വീട്ടി അഴകെ ब्रह्मचारिण स्वाहा विमायन्त ब्रह्मचारिण स्वाहा धमायन्त ब्रह्मचारिण स्वाहा समायन्त ब्रह्मचारिण स्वाहा. കുഞ്ഞൂട്ടാ, എന്താ തിരുമേനി ഇത്രടം മറന്ന് വരാൻ പറ്റുമോ? ദാ വരണോ. കുഞ്ഞൂട്ടാ എന്താ തിരുമേനി? ഞാനിവിടെ വന്ന് നിൽക്കല്ലേ, പിന്നെ എന്തിനാ പാത്രത്തിൽ നോക്കി വിളിക്കണേ? തന്നെ വിളിച്ചല്ലോ. പിന്നെ ഈ പാത്രത്തിനകത്തൊരു കുഞ്ഞു ഓട്ട എന്നാ പറഞ്ഞത്. അതൊക്കെ ഇരിക്കട്ടെ, രാവിലെ കഴിക്കാൻ എന്താ ഉള്ളതാ? എന്നും ഉള്ള ആഹാരം തന്നെ. എന്ന് വെച്ചാ പട്ടിണി. പട്ടിണി കഴിച്ച് ശൗചാലയത്തിൽ ചെന്നിരിക്കുമ്പോ അതെന്നോട് പറയും എഴുന്നേറ്റ് അടുക്കളയിൽ പോയിരിക്കുക, അത് ഗ്യാസ് അടുപ്പല്ലെന്ന്. തിരുമേനി വിഷമിക്കണ്ട, തിരുമേനി ഇന്നലെ കൊണ്ടുവന്ന കറുത്ത കായുടെ തൊലി കളഞ്ഞിട്ട് കുരു ഞാൻ ചുട്ടു വെച്ചിട്ടുണ്ട്, ചൂടോടെ വന്ന് കഴിക്കുക. ഈന്തപ്പഴത്തിന്റെ പഴം കളഞ്ഞിട്ട് കുരു ചുട്ടു വെച്ചിട്ടുണ്ടെന്ന ഏഭ്യം പറയണതേ. നോക്കി നിൽക്കാതെ ഫോൺ എടുക്കണോ? എടുത്താ ഫോണിനകത്ത് ആരാൻ നോക്കുക. തിരുമേനി ഇതിനകത്ത് എങ്ങനെയാണ് നോക്കണത്? എടാ ഫോൺ എടുത്തൊന്ന് ഹലോ എന്ന് വെക്കണോ. ഹലോ ഹലോ, ആരാ? ഒരു രാജുവാ സംസാരിക്കുന്നത്. തിരുമേനി ഒരു രാജ്യം വിളിക്കണു. ശിവ രാജ്യമൊക്കെ വിളിക്കേ. എന്താ ഇത്? ഹലോ ഹലോ, ഏത് രാജ്യാണാവോ? രാജ്യം പഞ്ചായത്ത് ഒന്നും അല്ല. രാജു തിരുമേനി ചികിത്സിച്ച രാജു ഇല്ലേ? ഓ, കളിമൺ ചികിത്സ നടത്തിയ കളിമണ്ണ് മേത്ത് വെച്ച രാജുവാ സംസാരിക്കുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാം. പെരക്കകത്ത് കയറാൻ പറ്റുന്നില്ല ഇപ്പൊ എനിക്ക്. അതെന്താടോ? എന്റെ മേത്ത് മൊത്തം പുല്ല് കളിച്ച് നിൽക്കുക. തൊഴുത്തുണ്ടോ വീട്ടിലെ? ഉണ്ട്. എന്നാ പോയി തൊഴുത്തി കമന്നങ്ങോട്ട് കിടക്കുക. പശുവിനോളം തന്നെ പുല്ല് പശുവിന് കൊടുക്കണോ പട്ടിക്ക് കൊടുക്കണോ ഞാൻ തീരുമാനിക്കും. താൻ അവിടെ പോകരുത്, എങ്ങും പോകരുത്. ഞാനിപ്പോ ആളെ കൂടെ അങ്ങോട്ട് വരുന്നുള്ളൂ. നിന്റെ ചികിത്സ ഞാൻ നിർത്തും ഞാൻ. കുഞ്ഞൂട്ടാ എന്താ പലായനം ചെയ്യാ? അതിന് തിരുമേനിയുടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? എന്താ പലഹാരം തിന്നാൻ പറഞ്ഞു? ഓ, പലഹാരം തിന്നണ കാര്യല്ലോ പറഞ്ഞത്. എടോ, പലായനം ചെല്ലാൻ റെഡ് അലർട്ട് ഓട്ടോ പിടിച്ച് വരണെന്നതാ. തിരുമേനി തൊടിയിലൊരു മുള്ളം പന്നി. എവിടെ? എന്തായി കാട്ടണേ? തൊടയില് മുള്ളം പന്നി എന്ന് പറഞ്ഞു. തൊടയിലല്ല, തൊടിയിൽ ഒരു മുള്ളം പന്നി വിരിഞ്ഞു നിക്കണോ. എടോ, അത് കൈതച്ചക്ക വിളഞ്ഞു നിക്കണതാണ്. ആണോ? തന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ? അന്ന കാര്യമുള്ളൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുക. അതായത് ഈ പാമ്പ് പടം പൊഴിക്കുന്നത് എന്തിനാണ്? അടുത്തത് വരയ്ക്കാൻ. ആണോ? അപ്പോ ഈ പടമൊക്കെ എവിടെ കൊണ്ടാണ് വെച്ചിരിക്കണത്? ഏതെങ്കിലും മ്യൂസിയത്തിൽ പോയി നോക്കണോ? ആണോ? എന്ത് പറഞ്ഞാലും ആണോ അതിരിക്കട്ടെ. ആ തെക്കേപ്പറമ്പിൽ നിന്ന് മണലെടുക്കാൻ ശാരദ പറഞ്ഞുണ്ടോ? കൊടുക്കണ്ട കേട്ടോ. അതെന്താ തിരുമേനി? നന്ദിയില്ലാത്ത വർഗാടോ. ഇന്നലെ ഞാൻ ഇച്ചിരി കുറുന്തോട്ടി പറിക്കാൻ ചെന്നപ്പോ ഇവിടുന്ന് എടുത്തോണ്ട് പോയ മടലിന് എന്റെ പുറവടിച്ച് പൊളിച്ചു. തിരുമേനി ഏത് സമയത്താണ് അവിടെ ചെന്നത്? വെളുപ്പിനെ 2:45 3 മിനിറ്റ് ഉള്ളപ്പോ. കൊല്ലാതെ വിട്ടത് ഭാഗ്യമായല്ലോ. എന്ന് വെച്ചാ അതായത് ശുക്രൻ ലഗ്നത്തിലിരുന്ന് തുറച്ചു നോക്കുന്നതിനാൽ നാരീകസ്ഥ പീഡനം ഫലം. മനസ്സിലായില്ല? പെണ്ണുങ്ങളുടെ ഇനി അടി മേടിക്കുമെന്ന്. എന്താ ഇത്? എന്ത് പറഞ്ഞാലും അടി ഇടിന്ന് മാത്രമേ ഉള്ളൂ. തിരുമേനി, ഇത് എന്തിന്റെ മരുന്നാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത്? എടോ, അതൊന്നുമില്ല. ഈ രോഗം ഏത് മരുന്നിനും ഉപയോഗിക്കാം. അല്ല, ഈ മരുന്ന് ഏത് രോഗത്തിനും ഉപയോഗിക്കാം. ആണോ? അപ്പോ ഇതിന് നമുക്കൊരു പേരിടണമല്ലോ. ഇതിന്റെ പേര് അമൃത ഭൈരവി. അത് കൊള്ളില്ല കേട്ടോ. തന്റെ പേരെന്താ? കുഞ്ഞൂട്ടൻ. അത് കൊള്ളാവോ?
അത് കൊള്ളാവോടോ? അത് കൊള്ളില്ലല്ലേ? പിന്നെ ഇതിനത് തന്നെ നല്ലതാ. മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ തിരുമേനി, തിരുമേനി ഈ മന്ത്രവിദ്ര തന്ത്ര ഒന്നും അറിയില്ലടാ കുട്ടി. അപ്പൊ തിരുമേനി അതല്ല, അത് തിരുമേനി എങ്ങനെയാണ് പഠിച്ചത് ഈ മന്ത്രങ്ങള്? എന്റെ മുത്തച്ഛൻ കാട്ടിൽ വേട്ടക്ക് പോവായിരുന്നു. ഈ കാട്ടിൽ എത്ര തരം പുലി ഉണ്ടെന്ന് എനിക്കറിയോ? അറിയില്ല തിരുമേനി. അതായത് ശ്രദ്ധിച്ചു കേട്ടോളൂ. പരയംപുലി, കരിമ്പുലി, പുള്ളിപ്പുലി, കൊടംപുളി, പിഴുപുളി. തിരുമേനി നിർത്തുക. തിരുമേനിയാണല്ലോ ഇപ്പൊ കാട് കയറി പോണത്. ആണോ? ആണ്. എന്നാ ഇതവിടെ അങ്ങ് അവസാനിപ്പിക്കാം. നല്ലതാ. മനസ്സിലായോ? എന്തൊക്കെ ചെയ്താലാ കുഞ്ഞൂട്ടാ. എന്താ തിരുമേനി? ആള് വന്ന് മുത്തത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. വരവ് കണ്ടിട്ട് കുറെ കാലത്തിന് ശേഷം ഇച്ചിരി കാശ് കിട്ടാൻ സൗഭാഗ്യമായി ഇല്ലത്തിലേക്ക് മഹത്തായ ഒരു അതിഥി വരുന്ന ദിവസം. കുഞ്ഞൂട്ടാ, എന്താ തിരുമേനി? ആഠ്യത്വം കളയണ്ട. ആ കാര്യം ഞാൻ ഏറ്റു. താൻ എന്താണ് ഈ കാട്ടണത്? തിരുമേനി അല്ലേ പറഞ്ഞ ആട്ടിക്കൊണ്ട് നിൽക്കാൻ? ഇവിടെ ആട്ടിക്കൊണ്ട് നിൽക്കാനല്ല പറഞ്ഞത്, ഗമയായിട്ട് നിൽക്കാൻ. തിരുമേനി എന്നോട് പൊറുക്കണം. ഗമ എങ്ങനെ ആട്ടണ്ടെന്ന് എനിക്ക് അറിയില്ല. താൻ പോയി അകത്ത് പോയി വല്ല തേങ്ങ ആട്ടുക. നല്ലതാ. എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ ഇങ്ങനെ ഒരു ശാപ്പൻ. നമസ്കാരം. അതാണല്ലോ ഒരു മര്യാദ. എന്ത് നമസ്കാരം പറയുന്നത്? അത് മനസ്സിലായി. അല്ല, എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കാ. വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണോ ചുണ്ടൻവെള്ളം മൂക്കിന് തുമ്പത്ത് വെച്ചോണ്ട് വന്നേക്കണത്? അത് സംഭവം എന്താണെന്നറിയോ? രാവിലെ തലവഴങ്ങി വെള്ളം കോരി ഒഴിച്ചപ്പോഴേ വള്ളം നിറഞ്ഞ് ചുണ്ടിന്റെ ബാലൻസ് തെറ്റി. അതാ കമത്തി വെച്ചത്. ഓ, എന്തിനാ വന്നത്? ചിരിച്ചു കാണിക്കാൻ അവിടുന്ന് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ? അതല്ലെന്ന്, നമ്മുടെ ഇവിടെ കപ്പക്കായം കിട്ടത്തില്ല. കപ്പക്കായ ഇവിടെ അല്ല, അത് വല്ല അങ്ങാടി മരുന്നുകളെ പോയി തോയ്ക്കുക. അതല്ലെന്ന്, കായകൽപ്പമാണോ? അത് തന്നെ ഉദ്ദേശിച്ചത്. അത് ഇവിടെ തന്നെയാ. അപ്പൊ എനിക്ക് തിരുമേനി ഒന്ന് കാണണം. ഞാൻ തന്നെ ആണോ? അപ്പൊ ഈ തിരുമേനിക്ക് കുടുംബിയില്ലേ? ഉണ്ടായിരുന്നു. ഭാഗം വെച്ചപ്പോ ഇളയ അനിയന് കൊടുത്തു. എന്ത് കുടുംബം? അതല്ലെന്ന്, കുടുംബം ഇങ്ങനെ ചെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഓ, മുടി അത് തന്നെ ഒഴിഞ്ഞു പോയി. ആണോ? ഞാൻ വിചാരിച്ചു പിഴുത് കളഞ്ഞായിരിക്കും ഒന്ന്. അല്ല, എടോ താൻ എവിടുന്നാ വരണത്? ഇല്ല, തൂണിന്ന്. ഇല്ല, തൂണിന്ന് വരാൻ താൻ നരസിംഹം വല്ലോ ആണോ? അല്ലെന്ന്, നരസിംഹം അല്ല. അത് നമ്മുടെ ഇല്ലം, നമ്മുടെ തറവാട്ട്. തറവാട്ടി? അത് തന്നെ. എവിടാ തന്റെ സ്ഥലം? മാന്തുക. തിരിഞ്ഞു നിക്കുക. എന്താ ചെയ്യാ തിരുമേനി എന്താ കാണിക്കുന്നത്? എടോ താൻ മാന്താൻ പറഞ്ഞു. മാന്തി തരാൻ പറഞ്ഞല്ലെന്ന്. പന്തളത്തിനടുത്ത് മാന്തുക എന്ന് പറഞ്ഞ സ്ഥലമില്ലയോ? ഓ, അവിടാണ് എന്റെ തറവാട്. വേളി അങ്ങ് തിരുവനന്തപുരത്താ. എന്ത് കൊച്ചുവേളി? അതല്ലടോ, വേളി കഴിച്ചോന്ന്. വേളി കഴിച്ചില്ല, വരുന്ന വഴിക്ക് 2 ബോളി കഴിച്ചു. താളി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി കളിക്കും. എന്റെ ശിവ, അതൊക്കെ പോട്ടെ, നാമം പറയാ. എന്റെ പേര് ഗിരിരാജൻ. തിരുമേനി ഊണ് കാലായിരിക്കണോ? തന്നോടൊരു കാര്യം ഞാൻ പറയാം. താൻ ഇവിടെ വരുമ്പോ ഊണ് കാലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ ചോറ് ചോദിച്ചാൽ എവിടെ നിർത്തിട്ടാ കൊടുക്കുക? തിരുമേനി അല്ലേ പറഞ്ഞ ഗമ കാണിക്കണോന്നാ? എടോ, ഊണെന്ന് പറഞ്ഞാൽ ഗമയെന്നാണോ അർത്ഥം? പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ? അല്ല തിരുമേനി, ആരാ ഇത്? ഇത് കുഞ്ഞൂട്ടൻ. ശരിക്കും ഇതാരാ? ശിഷ്യനാണോ മകനാണോ? ഇതൊരു കഥയാണോ? കള്ളക്കഥയാന്നേലും പറഞ്ഞോ, ഞാൻ കേട്ടോളാം. അതായത് ഇവന്റെ അച്ഛനെ വിഷം തീണ്ടി അവിടെ കൊണ്ടുവന്നത്. വിഷം തെണ്ടി ആരേലും പോകുമോ? വിഷം തെണ്ടി എന്നല്ല പറഞ്ഞത്, വിഷം തീണ്ടിയാ ഇവന്റെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നതാ. അപ്പൊ ഇവന്റെ അച്ഛന് ഒരേ നിർബന്ധം, എന്ത്? കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കണം. അതെന്തിനാ? തിരിച്ചു കടിക്കാൻ. ഇവന്റെ അച്ഛൻ ഗീരിയാണോ? അല്ലടോ, വാശി തീർക്കാൻ. ഓ, എനിക്കറിയോ, നേരം വെളുക്കെന്ന് പറഞ്ഞാൽ കുത്തിയിരുന്ന് വിളിച്ചിട്ടും വന്നില്ല പട്ടി. പട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ പാമ്പ് അങ്ങനെ തിരുമേനി വരുന്നത്? പാമ്പിനെ തന്നെ പട്ടി എന്ന് പറഞ്ഞത്. എടോ, എനിക്ക് തോന്നുന്നു ആ പാമ്പ് പൊട്ടനായിരുന്നു എന്നൊരു സംശയം. തിരുമേനിയായി ഇപ്പൊ പൊട്ടൻ. പാമ്പിന് ചെവിയില്ലെന്ന്. ആണോ? പക്ഷേ നേരം വെളുത്ത് 7 മണിയായപ്പോ ആള് വന്നു കേട്ടോ. എങ്ങനെ? ഊബർ വിളിച്ചാ വന്നത്. ഇവിടെ പാമ്പ് ഇഴഞ്ചല്ലടോ വരേണ്ടത്. അത് ശരിയാണല്ലോ. ഈ വന്നു കഴിഞ്ഞപ്പോ ഇവന്റെ അച്ഛൻ ഹൃതി അടഞ്ഞു. ഓ, അങ്ങനെ. പിന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചെന്നും പറഞ്ഞ് ഇതെന്നെ ശപിച്ചിട്ട് ഒറ്റ പോക്കായിരുന്നു. ഇപ്പൊ ഇല്ലെന്നിറേ പാമ്പാ. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ തിരുമേനിയും. അല്ല, ഞാനേ ഇതിനിടയ്ക്ക് വരാൻ ചോദിക്കാൻ മറന്നു. തിരുമേനിയുടെ പേരെന്താ? വല്ലാത്ത നീലകണ്ഠൻ. അങ്ങനല്ലല്ലോ, മംഗലശ്ശേരി നീലകണ്ഠനില്ലയോ? എന്നെ മുണ്ടക്കൽ ശേഖരൻ ആകരുത് കേട്ടോ. അതെന്താ? തിരുമേനിക്ക് ദേഷ്യം വന്നാ മുണ്ടുപോക്കി കാണിക്കുവന്ന. വേണ്ട, അതൊക്കെ പോട്ടെ. താൻ കല്യാണം കഴിച്ചോ? ഇല്ല, കല്യാണം കഴിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇവിടെ മാട്രിമോണി അല്ലല്ലോ നടത്തുന്നത്. അതല്ലെന്ന്, എനിക്ക് പ്രായം കുറച്ച് ഒന്ന് കല്യാണം കഴിക്കണം. അതാ ഞാൻ ചോദിച്ചത്, താൻ കല്യാണം കഴിക്കാൻ എന്താന്ന്? കല്യാണം കഴിക്കാൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ ഞങ്ങളുടെ അച്ഛൻ ഒരു പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയി. പെണ്ണിന്റെ വീട്ടിലോട്ട് ചെന്ന് കയറിയപ്പം ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്നു. പെണ്ണിനെയോ? അല്ല, മിച്ചറ്, അലുവ, ലഡു, ബോണ്ട, ജിലേബി, ഇങ്ങനെ കുറെ സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നു. മിച്ചറ് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ആര് തിന്നാനായിരിക്കും. അല്ലെന്ന്, അതിനകത്ത് കപ്പലണ്ടി ഇല്ല. ആഹാ. പിന്നെ ലഡുവിന് ഭയങ്കര മധുരം. ഈ ലഡു ഒക്കെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പെണ്ണിന്റെ അച്ഛൻ അസ്ഥാനത്തൊരു ചോദ്യം. ഇത്ര ആക്രാന്തം പാടില്ലെന്നായിരിക്കും. അയ്യോ അല്ല, വിദ്യാഭ്യാസം എന്തെന്ന്. തിരുമേനി, അതായത് വിദ്യാധനം സർവ്വധനാൽ അടപ്രഥമൻ എന്നല്ലേ? ഇളക്കുക. അതെന്താ അങ്ങനെ? അല്ലെങ്കിൽ നമ്മളെ കെട്ടി ഇളക്കും. അതല്ല, ഞാൻ ചോദിച്ചു വിദ്യാഭ്യാസം എനിക്ക് എന്തോ ഉണ്ടെന്ന്. അന്തസ്സോടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? പഠിത്തമില്ലെന്ന്.
അന്ന് ഞായറാഴ്ച ആയിരുന്നോ? ഞായറാഴ്ചയല്ല, എനിക്ക് പഠിത്തമില്ലെന്ന് പറഞ്ഞു. അപ്പൊ പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത നിനക്ക് ഇവിടെ പെണ്ണുമില്ല പെടക്കോഴിയില്ലെന്ന്. പിന്നെ എനിക്ക് വാശിയായിരുന്നു പഠിക്കണമെന്ന്. പഠിച്ച് ഞാൻ 10ാം ക്ലാസ്സിലെത്തിയപ്പോ അവിടെ പിടിച്ച് പൂട്ടിയിട്ട് കാണും. കൂട്ടിയിട്ടില്ല. പിന്നെ പഠിപ്പിക്കുന്ന സാറന്മാരെന്നോട് പറഞ്ഞു എന്ത് തന്തയുടെ പ്രായമുള്ള നിന്നെ ഞങ്ങൾ തല്ലുന്നില്ല, ഇപ്പൊ ഇറങ്ങിക്കണമെന്ന്. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചു പ്രായം കുറച്ച് സൗന്ദര്യം കൂട്ടി ഒരു കല്യാണം കഴിക്കണമെന്ന്. പീടികെ ചെന്നിട്ട് പാല് കൂട്ടി പഞ്ചാര കുറച്ചൊരു ചായ എടുക്കാൻ പറയണ പോലെയാണോ താൻ ഇവിടെ വന്നിട്ട് പറയണത്? തിരുമേനി എന്നെ ഒന്ന് സഹായിക്കണം. ഇങ്ങോട്ടാ എന്തായാലും വന്ന് കേറിയതല്ലേ, അടുത്ത് വരിക, എന്നിട്ട് കിഴി കൊടുക്കുക. ആ കാര്യം ഞാൻ ഏറ്റു. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. താൻ എന്താണ് ഈ കാട്ടിയത്? തിരുമേനിയല്ലേ പറഞ്ഞത് തൊഴി കൊടുക്കാൻ? തൊഴി കൊടുക്കാനല്ല പറഞ്ഞത്, കിഴി കൊടുക്കാനാ പറഞ്ഞത്. സാധാരണ തൊഴി കൊടുത്തതിന് ശേഷമല്ലേ നമ്മൾ തിരി പിടിക്കാറുള്ളത്? എന്താ ചെയ്യാ? പിടിക്കാ 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 എടുക്കുക എടുക്കുക പിടിക്കുക എടുക്കുക അടുക്കുക കിടക്കുക പിടിക്കുക പിടിക്കാ എടുക്കുക പിടിക്കാ പിടിക്കാ പിടിക്കുക ഇവിടെ വെക്കുക വെക്കുക വെക്കുക. എന്റെ ശിവ, എണീറ്റ് കേട്ടോ, ആണോ? പേടിക്കണ്ട. ശിവ എണീറ്റു. തിരുമേനി എന്താ? അല്ല, ഞാൻ നാട്ടിലെ ഒരു പ്രാണിയാണല്ലോ. പ്രാണിയോ? നാട്ടിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ എന്നോട് ചോദിക്കും. ഈ ഇല വന്ന് തന്നോട് ഏത് ഭാഷയിലാ ചോദിക്കണത്? എന്താ? ഞാനെന്ന് അനങ്ങിക്കോട്ടെ എന്ന്. അതല്ല, പിന്നെ തിരുമേനിക്ക് അറിയാമോ എന്ത്? എന്റെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? ഞാൻ കൊച്ചിലെ ഇങ്ങനെയല്ല ഇരുന്നെന്ന്, ഞാനൊരു പൂവമ്പഴം പോലെ ഇരിക്കുവായിരുന്നെന്ന്. ഇപ്പോഴും പൂവില്ലെന്നേ ഉള്ളൂ. അതെ തിരുമേനി എന്താ ഇപ്പൊ ചെയ്യുക? ഒരു കാര്യം ചെയ്യാ, ഇതിനെ പിടിച്ച് ആ കൂട്ടിലോട്ട് കയറ്റുക, ചികിത്സ തുടങ്ങാം. ചെല്ലുക ചെല്ലുക ഇങ്ങോട്ട് വരിക. ചെല്ലുക അങ്ങോട്ട്. അങ്ങോട്ട് തല കുനിക്കുക. കയറ്റുക. ഏറ്റിട്ടുണ്ടേ നോക്കിക്കോണം. തിരുമേനി എന്താ? നല്ല സുഖമുണ്ട്. ആണോ? സൂചിച്ചോളൂ. ഇവിടെ നേരത്തെ ആരൊക്കെയാ ചികിത്സയ്ക്ക് വന്നേ? ഞാൻ പറഞ്ഞു കൊടുക്കാൻ തിരുമേനി. പറഞ്ഞു കൊടുക്കണോ? അതായത് മലയാളത്തിന്റെ യങ് സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ. ആരാ? ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിന്റെ സീമന്ത പ്രതാപ്. രണ്ട് ഡയലോഗ് തന്നപ്പോ നിന്നങ്ങ് തെറ്റിക്കുക. തിരുമേനി പറഞ്ഞോളൂ. വേറെ ആരാ തിരുമേനി വന്നേ? വേറെ തമിഴിൽ നിന്ന് അരവിന്ദസ്വാമി വന്നായിരുന്നേ. തിരുമേനി അതാരാ മനസ്സിലായില്ലോ? അരവര വെന്തപ്പോ ഇറങ്ങി കൊടുത്തിട്ട് ഓടിയില്ലേടോ, അവന്റെ കാര്യം പറഞ്ഞത്. ആണോ? മിണ്ടണ്ട. നോക്കിക്കോളൂ, ഇപ്പൊ ഞാൻ വരാം. ഓക്കെയാണ് തിരുമേനി. നോക്കുക. ഇത് എങ്ങനെയാണ് ഈ സ്വിച്ചൊക്കെ വെച്ച് വെച്ചിരിക്കുന്നത്? കറക്റ്റ് ആയിട്ടുണ്ടോ എന്തോ? തിരിച്ചു വെച്ചിരിക്ക. ഇച്ചിരി സുന്ദര കുട്ടപ്പനായിക്കോട്ടെ. തിരുമേനി ഇപ്പഴങ്ങണം വന്നു കഴിഞ്ഞാ എന്താ? തിരുമേനി എന്തായടോ? കറക്റ്റ് ആയിക്കൊണ്ടിരിക്കണോ? ആവട്ടെ, നന്നായിട്ട് ആവട്ടെ കേട്ടോ. ഇളക്കുക. ഇളക്കിക്കൊണ്ടല്ലേ ഇരിക്കണതാ? ഇളക്കോണ്ടേ ഇരിക്കൂ. എക്സ്ക്യൂസ് മീ. തിരുമേനി ഇങ്ങോട്ട് നോക്കുക. കിഴങ്ങിന്റെ തൊലി പൊളിച്ച പോലെ ആയല്ലോടോ. എന്താ ഇപ്പൊ ചെയ്യാ? തിരുമേനി എന്തോ മാറി നിൽക്കുന്നേ, എങ്ങനെയുണ്ടാ? കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. എന്നെ കണ്ടാൽ സുന്ദരനാണോ? കണ്ണടച്ച് പറഞ്ഞ ഒരു 35. കണ്ണ് തുറന്നങ്ങോട്ട് പറഞ്ഞാലോ 15. അപ്പോ എനിക്ക് കല്യാണം കഴിക്കണ്ടേ? കല്യാണം താൻ കുറച്ചുകൂടെ വൈകുന്നേ നല്ലതാ. അതെന്താ? പപ്പും പൂടെയൊക്കെ കളിക്കണ്ടേ? തിരുമേനി ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിക്കുക. ഈ കോലത്തിൽ എന്റെ തളർന്നു കിടക്കുന്ന അച്ഛൻ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? അടുത്ത കർക്കിടവാവിന് നിനക്ക് അച്ഛന് ബലിയിടാം. തിരുമേനി എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നല്ല നല്ല കൈഡി പ്രസാദേട്ടാ പറയാ. പറയാം. ഇത് നന്നായിട്ട് ചിരിച്ചു. കോമഡി സ്കിറ്റ് നല്ല അത്യാവശ്യം നല്ല കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പഞ്ചാബി കോമഡി അതുപോലെ തന്നെ ഈ നമ്പൂതിരി ഫലിതങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ നമ്പൂതിരി ഫലിതത്തിനുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഡയലോഗൊക്കെ നമ്മൾ ചിരിക്കുന്ന പോലെ ഈ തൃശ്ശൂർ സ്ലാങ് അതുപോലെ ഈ നമ്മുടെ പാലക്കാട് സ്ലാങ് ഇതിനൊക്കെ ഒരു ഹ്യൂമറുണ്ട്. വെറുതെ സംസാരിച്ചാൽ തന്നെ അതിനകത്തൊരു ഹ്യൂമർ വരും. അപ്പോൾ നിങ്ങൾ ആ നമ്പൂതിരി എന്ന് പറയുന്ന സ്റ്റൈലിൽ സംസാരിക്കുന്നത് തന്നെ നല്ലൊരു ഹ്യൂമറുണ്ട്. പക്ഷെ നമ്പൂതിരി സ്റ്റൈലിൽ സംസാരിക്കുന്നതിൽ ഇത്തിരി ഫ്ലുവൻസി കുറഞ്ഞു എന്നുള്ളൊരു പ്രശ്നം ഒഴിച്ച് അതിനകത്തുള്ള കൗണ്ടറുകളെല്ലാം നല്ല കൗണ്ടറുകളായിരുന്നു. ചെറിയ കൗണ്ടറുകൾ എടുത്തു പറയത്തൊക്കെ ഗംഭീര കൗണ്ടറല്ല, പക്ഷേ എല്ലാ ഡയലോഗിലും ചെറിയ പൊടി കൗണ്ടറുകളുണ്ടായിരുന്നു. ഏതായാലും ആകെ മൊത്തം നോക്കിയാൽ നമുക്ക് രസമാണ്. പ്രത്യേകിച്ച് ഇവരുടെ സ്ലാങ് തന്നെ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റും. മലയാളികൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലാങ് ആണ് ഈ നമ്പൂതിരി ഫലിതങ്ങൾ എന്ന് പറയുന്ന ഒരു സ്ലാങ്.
അത് നന്നായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ നന്നാക്കുക കേട്ടോ. താങ്ക് യു നസീർക്ക. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ആഞ്ഞ് പിടിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്ന ഒരു സ്ക്രിപ്റ്റായിരുന്നു. കാര്യം വൈദ്യശാലയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ ആ ഒരു പാറ്റേൺ തന്നെയാണ് സാധനം. ഇതിൻ്റെ അകത്ത് പുതുമ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഒരാൾ വരുന്നു, ചികിത്സിച്ച് അത് ലാസ്റ്റ് കുളവാകുന്നു, ആ സെയിം സംഭവം തന്നെയാണ്. പക്ഷേ എങ്കിലും കളിച്ചൊപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റായിരുന്നു ഇത്. പക്ഷേ എന്തൊക്കെയോ ഒരു ആത്മവിശ്വാസക്കുറവ് നിങ്ങളുടെ അഭിനയത്തിൽ കാണുന്നുണ്ട്. പിന്നെ ഒന്നത്, രണ്ടാമത് ഈ സ്ലാങ് വെച്ചുകൊണ്ട് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ പറയുന്നത് പടപടേന്ന് അങ്ങ് പറഞ്ഞു പോകുന്നുണ്ട്. ഒന്നും കറക്റ്റ് നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ലാതെ വന്നു പല കൗണ്ടറുകളും കോമഡികളും ഒക്കെ. ഇത് മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷെ നിങ്ങളുടെ ഇതിന് മുമ്പുള്ള കളികൾ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ടെമ്പോ ഇതിന് കിട്ടിയില്ല. അതാണ് പറ്റിപ്പോയത്. ഈ നമ്പൂരി സ്റ്റൈൽ നിങ്ങൾ കളിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. അതിന്റെ ഫ്ലോയുടെ കുഴപ്പമുണ്ട്. അത് സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം വേറൊരു സാധനം പിടിച്ച് നമുക്ക് നന്നാക്കി എടുക്കണം കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നല്ല കോമ്പിനേഷൻ ആട്ടോ നിങ്ങൾ വേറൊരു ആക്സെന്റ് ആണ് നിങ്ങൾ ചെയ്തത്. ഇപ്പൊ ഇതിന് മുൻപ് വെച്ചിട്ടുള്ള നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യുന്നില്ല. ഇപ്പൊ ഫ്രഷ് ആയിട്ട് കാണുകയാണെങ്കിൽ നല്ല അവതരണം തന്നെയായിരുന്നു. പിന്നെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഒരു ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടർ പിടിക്കുന്നത്, അത് ത്രൂ ഔട്ട് നിങ്ങൾ 3 പേര് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ള ഉഗ്രനുണ്ട്. അഭിലാഷൊക്കെ വേറെ സ്റ്റൈലാണ് കളിച്ചേക്കണതിൻ്റെ അതല്ലേ, അതൊക്കെ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്ത്. അതാണ് നമ്മൾ എപ്പോഴും ഒരു സ്കിറ്റോ അല്ലെങ്കിൽ ഒരു നാടകമോ ഒരു സിനിമയാകുമ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റി നിങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഭയം എന്തോ മനസ്സിൽ കിടക്കണ പോലെ രാജിമോന്റെ മുഖത്ത് ഇങ്ങനെ ഓർത്തെടുക്കാനോ എന്തോ ഒരു ഭയം. പക്ഷെ അസാധ്യമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത് നാവുണ്ട്. ഒരു കുറച്ചും കൂടി ഒരു കോൺഫിഡൻറ്റ് ലെവൽ വന്നിട്ടുണ്ടെങ്കിൽ വേറെ ലെവലിൽ വന്നേനെ ഈ സംഭവം. ഒരു 2 മിനിറ്റ് മണിയും കൂടി നടത്തിയാൽ ഇത് അസാധ്യമായിരിക്കും എന്നുള്ള യാതൊരു സംശയമില്ല. താങ്ക് യു തിരിച്ചേട്ടാ. എന്തായാലും അപ്പോ തിരുമേനിക്ക് മാർഗം കൊടുക്ക. ആരാ തുടങ്ങണേ? ഇല്ലത്തുനിന്നൊരു 13,000 ഇരിക്കട്ടെ. 13,000 കൊള്ളാം. ഞാനൊരു 13,000 രൂപ. 26,000 രൂപയായിട്ടുണ്ട് നസീർക്ക. ബാക്കി ഇതാ അയച്ചിരിക്കണു. ടോട്ടൽ 50,000 രൂപ. കുഴപ്പമില്ല, അടുത്ത സ്കിറ്റിൽ പൊളിക്കുക. ഓക്കെ, ഹൈ വളരും. ശരിയാണ്. എടാ മരവാഴേ, ഇങ്ങനെ വളർന്നു വലുതായി കൊലച്ചു നിന്നിട്ട് കാര്യമുണ്ടോ? എന്തിനാ ഇവിടെ കൂടെ നിർത്തിയിരിക്കണത്? ഈ സ്നേഹപരം സദാശിവൻ 10 മാസങ്ങൾക്ക് മുമ്പ് ഈ റോഡ് കംപ്ലൈന്റ് ആയിട്ട് പഞ്ചായത്തിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി പ്രതിഷേധ സൂചകമായിട്ടൊരു കൊച്ചു വാഴ നട്ടതാ. അതിപ്പോ വളർന്നു വലുതായി കൊലച്ചു നിൽക്കുക. ആരെങ്കിലും നിന്നെ തിരക്കിയോ? ആരെങ്കിലും? ഈ വാഴ വളർന്ന് വലുതായിട്ട് പോലും നിന്നെ ആരും തിരക്കിയില്ല. എന്തിനാ ഇവിടെ നിന്നെ വെച്ചിരിക്കണം എന്നുള്ളത് ചോദിച്ചിട്ടില്ല. ബൈക്കുകാരൻ വന്നാൽ ഇപ്പൊ അതിന്റെ സൈഡിൽ കൂടെ പോവുക, എന്നിട്ടും നീ ആരാണെന്ന് ചോദിച്ചിട്ടില്ല. ഈ നാട്ടിൽ സ്നേഹപരം മാത്രം വയ്ക്കുന്ന ഈ സദാശിവനോടാണ് ഈ കളി നോക്കണം. പക്ഷെ നീ കൊലച്ച സ്ഥിതിക്ക് നിന്റെ കൊല ഞാൻ വെട്ടു. നിന്റെ കൊല ഞാൻ വെട്ടുവടാ. സദാശിവൻ വെച്ച വാഴയാണെങ്കിൽ ഈ കൊല വെട്ടാനുള്ള കഴിവ് എനിക്കൊണ്ട് ഞാൻ വെട്ടിയിരിക്കും. ആരാടാ എന്റെ കൈ വെട്ടാൻ വന്നത്? ആരടി അത്? എന്താടാ ഈ വഴിയൊക്കെ മെമ്പർ വരുവോ? ഈ വഴിയൊന്നുമല്ല വരുന്നത്. ഞാനിപ്പോ കട്ടർ ആയതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വഴി കൂടെ എന്റെ സ്കൂട്ടറും കൊണ്ട് പോകുന്നു. നിങ്ങൾ ഈ വാർഡിലെ മെമ്പറായ പിന്നെ ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കൊടുക്കാനായിട്ട് എത്ര മാസമായി അറിയാമോ? നിങ്ങൾ ഇത് റെഡിയാക്കിയിട്ടില്ല. അതാണ് അത് റെഡിയാക്കാൻ വേണ്ടി പ്രതിഷേധ സൂചകമായിട്ട് മേഘപുരം സദാനന്ദം വെച്ച ഇതാണത്. എടാ നീ ഒന്ന് അടങ്ങടാ. ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നല്ലോ, അത് എന്ത് ചെയ്യും? റോഡ് എടാ അത് നീ വീട്ടിൽ കൊണ്ട് വെച്ചോ? എന്റെ പൊന്നെ, അതല്ലേ 3-4 മാസമായിട്ട് തോടായി പോയി. എടാ ആ തോട്ടിലല്ലേ നമ്മള് മീനുകളെ ഇട്ടിട്ട് ഏറ്റവും നല്ല കർഷക പഞ്ചായത്തിനുള്ള അവാർഡ് നമുക്ക് കിട്ടിയില്ലേ? പഞ്ചായത്തിനുള്ള അവാർഡ് നമുക്ക് കിട്ടിയായിരുന്നല്ലോ. എന്നിട്ട് റോഡ് നന്നാക്കിയില്ലല്ലോ. എന്തൊരു വർത്താനോടെ നിങ്ങൾ ഈ പഞ്ചായത്തിന് വേണ്ടി എന്ത് ചെയ്തു? അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. ഞാൻ ഈ പഞ്ചായത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് എന്താ നിനക്കൊന്നും ഓർമ്മയില്ലടാ? ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ പഞ്ചായത്തിലെ സ്നേഹമരം എന്നറിയപ്പെടുന്ന ഒരാളാണല്ലോ. ഞാനവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി, ഞാൻ അവിടെ കൊണ്ട് ഒരു മരം നടും, പ്രതിഷേധിക്കും. നീ ആ പഞ്ചായത്ത് കുളക്കടവിൽ എന്തോന്നാടാ ചെയ്തത്? പഞ്ചായത്ത് കുളക്കടവിൽ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുക. വിശാലമായിട്ട് കിടക്കുന്ന കാരണം പല പെണ്ണുങ്ങൾക്ക് അവിടെ കുളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ കുളത്തിന് ചുറ്റും മാവ് വെച്ച് പിടിപ്പിച്ചു. അവൻ ചെയ്ത ഒരു നല്ല പ്രവൃത്തി. മാവ് വെച്ച് അങ്ങോട്ട് പിടിപ്പിച്ച് ഇപ്പൊ മാങ്ങയ്ക്ക് വരാം ഈ നാട്ടിൽ സീൻ പിടിക്കാനുള്ള പിള്ളേർ അതിനകത്ത് നിറയെ കിടക്കുന്നേ അറിയാമോ? ഞാനൊരു കാര്യം ചോദിക്കും. ഞാൻ ഈ പഞ്ചായത്തിൽ വന്ന് നിങ്ങളോട് എന്റെ മോനൊരു പഠനമുറി ആവശ്യപ്പെട്ടു. നിങ്ങൾ തന്നോ? നിങ്ങൾ തന്നത് കോഴിക്കോട്. ഞാനൊരു പഠനമുറി ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ അനുഭവിച്ചത് കോഴിക്കോട്. ശരിയാണോ? പഠനമുറി തന്നാലും കോഴിക്കോട് തന്നാലും നിനക്ക് കിട്ടേണ്ട മുട്ട കിട്ടുന്നുണ്ടോ നിന്റെ വീട്ടിലേക്ക്?
അപ്പൊ എന്റെ കൊച്ചു സ്കൂളിൽ പോയാൽ മുട്ട മേടിച്ചിട്ട് വരുമെന്നില്ല പറഞ്ഞതിന്റെ അർത്ഥം. എടാ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കുവോ? എന്ത് മുളച്ചാലും മുളച്ചില്ലേലും ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കും. എടാ നീ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ വാഴ നിൽക്കുന്നത് എന്റെ വാർഡിലാണ്. എങ്ങനെ? പഞ്ചായത്ത് റോഡിലാണ് ഈ വാഴ നിൽക്കുന്നത്. അതായത് ഈ വാഴയ്ക്കും ഈ കൊലയ്ക്കും അവകാശി ഈ പഞ്ചായത്ത് മെമ്പറാണ്. അങ്ങനെ പറയരുത്. എന്താ പറയുക? വാഴ വെച്ചത് ഞാനാണ്. പ്രതിഷേധ സൂചകമായിട്ട് ഈ വാഴ വെച്ചത് സദാശിവനാണ്. ഇത് ഞാൻ ഈ കൊല വെട്ടു. എടാ അതങ്ങ് മേളിപ്പോയി പറഞ്ഞാൽ മതി കേട്ടോ. ഇത് എന്റെ വാർഡിലാണ് ഈ കൊല നിൽക്കുന്നെങ്കിൽ അത് വെട്ടാനുള്ള അവകാശം ഈ പഞ്ചായത്ത് മെമ്പറിനാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നീ ചോദിക്കേ. ഈ റോഡ് എങ്ങനെയാ പൊട്ടി പൊളിഞ്ഞത്? അത് പൊളിഞ്ഞെന്ന് വെച്ചാൽ ആരെങ്കിലും വണ്ടിയൊക്കെ കൊണ്ട് കയറ്റി കാണും. അങ്ങനെയാണ് റോഡ് പൊട്ടി പൊളിഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ റോഡ് പൊട്ടി പൊളിയുവോ? അപ്പൊ വണ്ടിയൊന്നും ഓടിക്കാത്ത റോഡ്. വണ്ടിയൊന്നും ഓടിക്കാത്ത റോഡ് വേണം. എന്തുകൊണ്ടാ? പഞ്ചായത്ത് മെമ്പറായ ഇങ്ങനെ വേണം. എടാ എന്തൊക്കെ പറഞ്ഞാലും ഈ കൊല നിനക്ക് അവകാശപ്പെട്ടതല്ല, ഇത് എനിക്ക് അവകാശപ്പെട്ട. അത് വിട് മെമ്പറെ, ഈ കൊല ഞാൻ വെട്ടും. തള്ള ആവശ്യമില്ലാത്ത വർത്താനം പറയാം. തള്ളിക്കയറിക്കൊണ്ട് എങ്ങോട്ട് പോകുന്നത്? എന്നെ തള്ളേന്ന് വിളിച്ചല്ലോ ഞാൻ ഒറ്റ. എടാ ഞാൻ നല്ലൊരു ഭാ വെച്ചാലേ നീ വീട്ടിൽ പോയി കിടക്കും കേട്ടോ. നല്ലൊരു ഭാ വെച്ചാൽ വീട്ടിൽ പോയി കിടക്കും. ഞാൻ അവിടെ തന്നെ വന്ന് കിടക്കും. ഞാൻ അവിടെ തന്നെ വന്ന് കിടക്കും. അങ്ങനെ പറയണ്ട. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇത് ഈ ഫണ്ട് എങ്ങനായിരുന്നു? അത് മെമ്പറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നായിരുന്നു നമ്മൾ എടുത്തത്. മനസ്സിലായി? മെമ്പറുടെ ആസ്തിയൊക്കെ വികസിച്ച കാര്യം നമുക്കറിയാം. 3 സെന്റ് സ്ഥലത്തേക്ക് കിടന്നല്ലേ. ഇപ്പൊ ഒരു 50 സെന്റ് സ്ഥലവും ഒരു 2 നില വീടും വെച്ചില്ലേ. ആസ്തി വികസനമൊക്കെ അവിടെ നിക്കട്ടെ. നീ എന്തൊരു വർത്താനാ പറയുന്നത്? ഞാൻ ആ 10 ലക്ഷം രൂപയിൽ ഒരു 50,000 രൂപ ഇങ്ങോട്ട് എടുത്ത് റോഡ് അങ്ങോട്ട് പണിഞ്ഞപ്പോഴത്തേക്ക് ഇതങ്ങ് ഫിനിഷ് ആയടാ. പിന്നെ ബാക്കി ഫണ്ട് എന്ത് ചെയ്യണം? അത് ഞാൻ മെമ്പർ ആസ്തി വികസന ഫണ്ടിലേക്ക് അങ്ങ് തള്ളി. പക്ഷേ ഈ സ്നേഹമരം സദാശിവൻ ഈ വാഴ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊല ഞാൻ വെട്ടു. അയ്യോ എന്നെ കയറി പിടിക്കുന്നേ, അയ്യോ എന്നെ കയറി പിടിക്കുന്നേ, നാട്ടുകാരെ എന്നെ കയറി പിടിക്കുന്നേ. ആ പിടിക്കാൻ വേണ്ടി വന്ന് പാങ്ങനെ നിന്നിട്ട് പിടിക്കണമെന്നാ? ആര് പിടിക്കാൻ ഇതിനേക്കാ? സന്ദർഭത്തിലൊന്നുമില്ല. ഞാൻ ഈ കൊല വെട്ടും. എന്റെ കൊല വെട്ടാൻ പറ്റില്ല. നീ മാറുന്നുണ്ടോ? ഈ കൊല വെട്ടുന്നവർ ഞാനിവിടെ സമരയിരിക്കും. ഞാനിവിടെ സമരയിരിക്കും. ഈ കൊല എനിക്ക് വെട്ടണം. എന്നാ പിന്നെ ഞാനിവിടെ നിരാഹാര സമരം ഇരിക്കും. നിരാഹാര സമരമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടല്ലോ. എന്ത് ആഹാരം ഒന്നും കഴിക്കില്ല. ഈ കൊല ഞാൻ എടുത്തോട്ടെ. നിരാഹാരം ഞങ്ങളുടെ വീട്ടിലുള്ള കെട്ടിയൊന്നും പിള്ളേർക്ക് തിന്നാലോ. നിരാഹാര സമരം ഞാനും ഇരിക്കും. തന്നേ തീരൂ, തന്നേ തീരൂ. അവകാശപ്പെട്ട കൊല തന്നേ തീരൂ. തന്നേ തീരൂ, തന്നേ തീരൂ. പഞ്ചായത്ത് മെമ്പറിന് കൊല തന്നേ തീരൂ. തന്നേ തീരൂ, തന്നേ തീരൂ. ഈ കൊല തന്നേ തീരൂ. തന്നേ തീരൂ, തന്നേ തീരൂ. ഈ കൊല എനിക്ക് തന്നേ തീരൂ. പഞ്ചായത്ത് കീ ജയ്. പഞ്ചായത്ത് കീ. അതെ അതെ. എന്താ ഇവിടെ പ്രശ്നം? എന്താ പഞ്ചായത്ത് കീ? പഞ്ചായത്തിന്റെ ഈ പഞ്ചായത്തിൽ ഇരിപ്പുണ്ട്. ഇവിടെ പ്രശ്നം എന്താന്നാ ചോദിച്ചത്? അല്ല പിന്നെ എന്താ പ്രശ്നം? എന്താ കാര്യം? നമ്മൾ ഈ നാട്ടുകാരൊക്കെ അല്ലേ, നമുക്കൊരു കാര്യം പറയുമ്പോൾ മനസ്സിലാവണ്ടേ? അതായത് ഇവിടെ ഈ റോഡ് വികസനം വരാത്ത കൊണ്ട് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് ഈ കിടക്കണത്. അതെ അതെ. അതുകൊണ്ട് ഈ ഒരു ഗട്ടറിൽ കൊണ്ട് ഞാൻ ഒരു വാഴ വെച്ചു. 10 മാസമായി വെച്ചിട്ട് ആരും തിരിഞ്ഞു നോക്കില്ല. ഇത് കൊലച്ചു. ഈ കൊല വെട്ടാനുള്ള അവകാശം എനിക്കാണ്. വാഴ നിങ്ങൾ വെച്ചെങ്കിൽ കൊല നിങ്ങൾക്ക് വെട്ടാനുള്ള അവകാശം ഞാൻ പറയുന്നുള്ളൂ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ വാർഡിന്റെ മെമ്പർ അല്ലേ? അപ്പൊ എന്റെ അതിർത്തിയിലാണ് ഈ കൊല നിൽക്കുന്നത്. എന്റെ പഞ്ചായത്ത് അതിർത്തിയിൽ നിൽക്കുന്ന ഈ വാഴയ്ക്കും കൊലയ്ക്കും അവകാശം ആരാ? പഞ്ചായത്ത് മെമ്പറുടെ വാർഡിലാണ് നിൽക്കുന്നത്. അതാണ്. അപ്പൊ പഞ്ചായത്ത് മെമ്പർക്കാണ് അവകാശം. എനിക്കല്ലേ അവകാശം? താൻ വെച്ചെങ്കിൽ തനിക്കാണ് അവകാശം. അപ്പൊ എന്റെ വാർഡിലാകുമ്പോ എനിക്കല്ലേ അവകാശം? മെമ്പർക്കാണ് അവകാശം. അത് പറ. അതല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ രണ്ടും വെട്ടത്തില്ല. ഈ വാഴ ഞാൻ വെട്ടും. നിങ്ങളാരാ ഇത്? ഞാൻ BMW കോൺട്രാക്ടർ. അത് തന്നെ, പൊതുമരാമത്ത് വകുപ്പ്. അപ്പൊ ഞാൻ ഈ വാഴ വെട്ടും. ഞാനാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. നീ വാഴ വെട്ടത്തില്ല. പഠിക്കുന്ന കാലം വല്ല ഡിഗ്രിക്ക് പഠിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. എന്നെ അന്ന് വളച്ചോടിച്ച് പ്രേമിച്ച് നടന്നിട്ട് നല്ല സ്വത്തുള്ള ഒരു വീട്ടിലെ പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് അവനങ്ങ് പോയേക്കുന്നു. പോയി. ഞാൻ അന്ന് ഇവളെ കെട്ടിയിരുന്ന ഞാനന്ന് വലിഞ്ഞ മോശമായി പോയി. അന്ന് കെട്ടേണ്ടതായിരുന്നു. നിങ്ങൾ മാത്രമല്ലേ വലിയുള്ളായിരുന്നു. ഇതിപ്പോ ഈ നാട്ടുകാർ മൊത്തം വലിയല്ലേ ഈ സാധനം ഇവിടെ നിൽക്കണം. അതല്ലത്. ഇവള് കാണിക്കുന്ന പരിപാടി എന്താണെന്നറിയാമോ? ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെല്ലുമ്പോ അത് ബ്ലോക്ക് ചെയ്യും. ഞാനിപ്പോ ചെന്നേച്ച് ഇതിന്റെ ബില്ല് പാസ്സാക്കി തരാൻ പറഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യും. വെയിറ്റിംഗ് ഷെഡിന് ഒരു അപേക്ഷ കൊടുത്താൽ അത് ബ്ലോക്ക് ചെയ്യും. റോഡിന്റെ കാര്യത്തിന് ബ്ലോക്ക് ചെയ്യും. ഫുൾ ബ്ലോക്കോട് ബ്ലോക്ക്. നിങ്ങൾ എവിടെ ഈ അപേക്ഷ കൊണ്ട് വരുന്നത്? ബ്ലോക്ക് പഞ്ചായത്തിൽ. ബ്ലോക്ക് പഞ്ചായത്തിൽ. അതിന്റെ പേര് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് എന്നല്ലേ? ഞങ്ങൾ എന്ത് കാര്യം വന്നാലും അത് ബ്ലോക്ക് ചെയ്യും. ഈ കൊല നീ വെട്ടത്തില്ല, ഞാൻ വെട്ടു. അല്ലല്ല, ഇത് വെട്ടേണ്ട അവകാശം എനിക്കാണ്. ഈ വാഴ വച്ചത് ഞാനാണ്.
ദയവ് ചെയ്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. വാഴ വെച്ച് എന്റെ വാട്ടിൽ കൊണ്ടുവന്ന് വാഴ വെക്കാൻ നിന്നോട് ആര് പറഞ്ഞു? ഈ കൊലയ്ക്ക് അവകാശം ഞാനാണ്. ഞാൻ വിട്ടു, ഇത് എന്റെ വാഴയാണ്. ഈ റോഡ് പണിതെങ്കിൽ ഞാൻ വെട്ടിയിരിക്കും വാഴ. PW ആണെങ്കിൽ ഇത് പഞ്ചായത്ത്, ഞാൻ ഇവിടുത്തെ നാട്ടുകാർ. എന്തായാലും ഈ വാഴയുടെ അങ്ങനെ വെട്ടാൻ പറ്റൂല. അതെന്ത് പരിപാടി? നീ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? നീ എന്ത് പരിപാടി? ഇവിടെ വാഴ വെട്ടാൻ പറ്റത്തില്ല. വാഴ വെട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അത് എനിക്ക് അവകാശപ്പെട്ട വാഴയാണ്, ഞാൻ വിട്ടു. എനിക്കൊരു 3 പഴം കൂടെ വേണം. 3 പഴം നശിച്ച് നാറാണക്കലിട്ടല്ലേ എല്ലാം. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. എനിക്ക് എന്തോന്ന് മനസ്സിലായടാ? ഈ പഞ്ചായത്തുകാരും ഉദ്യോഗസ്ഥന്മാരും കൂടെ തമ്മിൽ തലകീറുന്നല്ലാതെ നാട്ടുകാർക്ക് ഒരു പഴവും കിട്ടൂല. എന്റെ പഴവേ എടുത്ത് കേറ്റ്. അപ്പൊ ഇന്ന് നല്ല തകർപ്പൻ എപ്പിസോഡായിരുന്നു. നിങ്ങൾ എല്ലാരും എൻജോയ് ചെയ്തില്ലേ? ജഡ്ജസ് എൻജോയ് ചെയ്തു, ഓഡിയൻസ് എൻജോയ് ചെയ്തില്ലേ? അപ്പൊ എല്ലാരും ഹാപ്പി ആയ സ്ഥിതിക്ക് ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.